വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. കൊപ്പം ആമയൂർ എരുമത്തടത്തിലെ ക്വാറിക്ക് സമീപത്ത് കൂട്ടിയിട്ട മൺകൂന നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ വീണ്ടും പുനരാരംഭിച്ചു. മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ജിയോളജി വകുപ്പ് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാറി ഉടമ വീണ്ടും മണ്ണ് നീക്കം പുനരാരംഭിച്ചത്. കൊപ്പം പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന എരുമത്തടത്തെ പാറമടയ്ക്ക് സമീപം വൻതോതിൽ കൂട്ടിയിട്ട മൺകൂന നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് വീണ്ടും പുനരാരംഭിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നേരത്തെ മൺകൂന നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ നിർത്തിവെച്ചത്. മൺകൂന പൂർണ്ണമായും പ്രദേശത്ത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടും ജിയോളജി വകുപ്പിന്റെ അനുമതി കൂടി മാത്രമേ തുടർ നടപടികൾ നടത്താനാവൂവെന്നും ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കോരി ഉടമകൾക്ക് നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്നാണ് നിർത്തിവെച്ച മണ്ണ് നീക്കൽ പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. എരുമത്തടത്തെ കോറിക്ക് സമീപത്ത് വലിയ തോതിലാണ് മണ്ണ് കൂട്ടിയിട്ടിരുന്നത്. മഴ പെയ്തതോടെ ഇത് താഴ്വാരത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എൻ്റെ വീതി നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടറിയാലോ, എത്രത്തോളം മണ്ണ് ഇതിലുണ്ട്, എത്രത്തോളം ലോഡ് പോയി. രാവിലെ 7:30 മുതൽ തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മണ്ണ് ഫുള്ളായിട്ട് മാറ്റണം എന്നാണ്. ഫുള്ളായിട്ട് മാറ്റണില്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് വരും. ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളെ ഇവിടെ താമസിക്കുന്നവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രതിഷേധമാണ് നടത്തിയത്. ഇവിടെ പഴയ കളക്കുന്ന മാതിരി ആക്കി തരണം സാർ. ആദ്യത്തെ പോലെ തന്നെ ആക്കി തരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതാ ഓർഡർ കൊടുത്തിരിക്കണമെന്ന് അറിയില്ല. തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതർ ഇടപെട്ട് മണ്ണ് നീക്കം ചെയ്യുവാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. എന്നാൽ മണ്ണ് നീക്കുന്നത് അശാസ്ത്രീയമാണെന്ന് കാണിച്ചാണ് നാട്ടുകാർ മണ്ണ് തടയിൽ തടഞ്ഞത്. തുടർന്നാണ് ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി മണ്ണ് നീക്കം ചെയ്യുവാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. ഈ ന്യൂസും കാര്യങ്ങളും അതേപോലെ ഈ മണ്ണിൻ്റെ വീതി, മഴയുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഇവിടുന്ന് നിരന്തരം ചാനലിലും കൂട്ടുകാരന്മാരും ഇവിടുന്ന് നമുക്കൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യലുണ്ട്. അങ്ങനെ അത് അറിഞ്ഞിട്ട് നമുക്കവിടെ നിൽക്കാനൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടും വിഷമവും കാരണം അതന്നേരമാണ് നാട്ടിലേക്ക് എത്തിയത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ 4 ഇറ്റാച്ചിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞത് ജിയോളജി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മണ്ണ് മാറ്റുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ മണ്ണ് ഇവിടുന്ന് ഫുള്ളായി മാറ്റില്ലാതെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ ഒരു സ്വസ്ഥമായുള്ളൊരു ജീവിതം കൈക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മാറ്റി ഞങ്ങൾക്ക് ഇവിടെ പഴയ മാതിരി തന്നെ ആക്കിത്തരാമെന്ന് ഞങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും വിനീതമായി താഴ്മയായി അപേക്ഷിക്കുന്നു.